നമ്മള് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന് ചില വാക്യങ്ങളെ ചിന്തിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. 4-ാം വാക്യം തുടങ്ങി വായിക്കുകയാണെങ്കിൽ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 തുടങ്ങി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗികളായി മാറി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് നമുക്കറിയാം, മരുഭൂമിയിലേക്കുള്ള യാത്രയിലാണ് അവർ. ദൈവമാണെന്ന് മോശ മുഖാന്തരം പുറപ്പെടുവിച്ച് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കാണുന്നത് അവിടെ പറയുന്നത് അവരുടെ സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി മാറി. ഹാലേലിയ, ആമീൻ. അപ്പൊ ഇവിടെ അവരുടെ കൂട്ടത്തിൽ മറ്റ് പലരും ചേർന്ന് അവർ സമ്മിശ്ര ജാതിയായി മാറി. അവര് ദുരാഗ്രഹികളായി മാറി. അവരുടെ ഹൃദയം അവർ പറയുന്നത്, എന്നിട്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? അവര് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന അവരുടെ പ്രശ്നം എന്താ? ഇപ്പം ഇറച്ചി ലഭിക്കുന്നില്ല. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ വെച്ച് എന്തൊക്കെ കിട്ടുമായിരുന്നുള്ള ഓർമ്മ അവരെ വിടാതെ പിന്തിരിയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാ അവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും, അടിമത്തത്തിൽ ദൈവം പുറപ്പെടുവിച്ചെങ്കിലും, അവരുടെ ഹൃദയം ഇപ്പോഴും എവിടെയാന്ന് വെച്ചാൽ മിസ്രയീമിലെ അടിമത്തത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുക. അതുകൊണ്ട് അവർ ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാം അവര് അങ്ങോട്ടേക്ക് നോക്കി ചിന്തിക്കുന്നു. ഞങ്ങളെ എന്തിനാ അവിടുന്ന് പുറപ്പെടുവിച്ചത്? അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ കൊല്ലാനാണോ കൊണ്ടുവന്നത്? ഞങ്ങൾ അവിടെ നല്ല സുഖമായിട്ട് ജീവിച്ചിരുന്നില്ല. അവിടെ അടി കൊണ്ട് കിടന്ന് അടിമവേല ചെയ്ത് അവരെ നിലവിളിച്ച് ആമേൻ. ആ നിലവിളി കേട്ടാണ് ദൈവം മോശയെ അയക്കുന്നത്. ഹാലേലൂയ. അപ്പൊ എന്നിട്ടും അവര് പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ അതുണ്ടായിരുന്നല്ലോ, ഇതുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവര് മിസ്രയീമിലെ സംഭവങ്ങളിലെ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഓർക്കുന്നു. അതിൽ ഓർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അന്നുണ്ടായിരുന്ന കഷ്ടതയെ കുറിച്ചല്ല അവർ ഓർക്കുന്നേ, അവർക്ക് എന്തൊക്കെയോ അവിടെ ലഭിച്ചിരുന്നതിനെ കുറിച്ച് ഓർക്കുന്നു. വിശ്വാസികൾക്കുണ്ട് ഈ സ്വഭാവം. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഇച്ചിരി കഷ്ടത, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരെ ഓർക്കുകയോ, പണ്ടത്തെ കാലം ഇതിനെക്കാട്ടും നല്ലതായിരുന്നു കേട്ടോ. അപ്പുറത്ത് നമ്മൾ പാരമ്പര്യത്തിൽ നിന്നപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു കുറച്ചുകൂടി ഈസി എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നത് കാണാറുണ്ട്. എന്നിട്ട് പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ, എന്തുകൊണ്ടാണ് അതങ്ങനെ ചിന്തിക്കുന്നത് വെച്ചാൽ, അവരുടെ ഹൃദയം അവിടെ തന്നെയാണ്, അവരുടെ മനസ്സ് അവിടെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നത്? ഒരിക്കലും ഇപ്പൊ ആയിരിക്കുന്ന ഇതിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയില്ല. എൻ്റെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ, ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. പക്ഷെ നിങ്ങൾ ഇനി അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അപ്പൊ പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ആ അടിമനുഖം വിട്ട് നമ്മൾ പോരുന്നില്ല. നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് ഇപ്പോഴും അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവർ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ടല്ലേ, അവിടെ വെള്ളുള്ളി ഉണ്ടായിരുന്നു, കാട്ടുള്ളി ഉണ്ടായിരുന്നു, ചിറ്റുള്ളി ഉണ്ടായിരുന്നു, അവിടെ അതുണ്ടായിരുന്നു, ഇറച്ചിക്കലങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്ന നമ്മൾ പലയിടത്തും പുറപ്പാട് സംഖ്യാപുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിച്ചെങ്കിലും, അവരെ വിടുവിച്ചെങ്കിലും അവരുടെ ഹൃദയം എപ്പോഴും അടിമത്തത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഞങ്ങളെ തിരിച്ചയക്കും. എത്ര പ്രാവശ്യം ഞങ്ങളെ തിരിച്ചയക്കും, ഞങ്ങൾ മിസ്രയീമിലേക്ക് പോവുക. കാരണം അവർ ആ ലൈഫിലേക്ക് മടങ്ങിപ്പോൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയും, ഒരുത്തൻ അടിമത്തത്തിൽ കടക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരെ സ്വതന്ത്രമാക്കാൻ ഈ ലോകത്തൊന്നിനെ കൊണ്ടും പറ്റത്തില്ലെന്നേ. നമുക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമ്മൾ സ്വതന്ത്രരാകാൻ നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നമ്മളെ ദൈവം സ്വതന്ത്രമാക്കിയതാണ്. നമ്മളെ മേൽ ഇനി ഒന്നിനും കർത്തൃത്വം ഇല്ല എന്ന്, അധികാരമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇന്നലെ വൈകിട്ട് ദൈവജന ശുശ്രൂഷ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, മനുഷ്യർക്ക് ഇപ്പൊ ദൈവത്തെ ഭയമില്ല, പക്ഷെ പിശാചിനെ പേടിയാ. ഏറ്റവും കൂടുതൽ പിശാചിനെ പേടിക്കുന്ന ആരാ? നമ്മുടെ വിശ്വാസികളാണ്. കാരണം അവരിപ്പോഴും ചിന്തിക്കുന്ന, പിശാച് നമ്മുടെ മേൽ ചില നുഖങ്ങൾ വെച്ചിട്ടുണ്ട്, പിശാച് നമ്മളെ ഇപ്പോഴും അടിമയാക്കി വെച്ചിരിക്കുകയാണ്, നമ്മളിപ്പോഴും പിശാചിന്റെ അടിമത്തത്തിന് കീഴിലാണെന്ന് പലരും ചിന്തിക്കുന്നിട്ട് പിശാചിനെ പേടിക്കുന്നത്. പക്ഷെ ദൈവം സ്വതന്ത്രമാക്കി.
ഈ സ്വാതന്ത്ര്യം സ്വതന്ത്രമാക്കിയെങ്കിൽ ഈ സ്വാതന്ത്ര്യം അറിയുന്നില്ല. ഹാലേലിയ. അഥവാ തിരിച്ചറിയുന്നതിന് ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാകും. ഈ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി സ്വതന്ത്രമാക്കിയതാ ക്രിസ്തു? അല്ലേ? പക്ഷെ ദുഷ്ടതയ്ക്ക് മറയാക്കാൻ വേണ്ടിയിട്ടല്ല. അവൻ പലപ്പോഴും ദുഷ്ടതയ്ക്ക് മറയാക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ഹാലേലു. പൈശാചിക ബന്ധനങ്ങൾ എന്തുകൊണ്ട് ഒരു വ്യക്തിയിൽ കയറി അവകാശം പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അവൻ അവകാശം പറയാൻ ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ട് അവൻ കയറിയിരിക്കുന്നത്. പണ്ട് ഞാൻ ഷാർജയിൽ താമസിക്കുന്നിടത്ത് എൻ്റെ താഴത്തെ ഫ്ലോറിൽ കൊല്ലത്ത് മയ്യനാടൊക്കെ ഉള്ള ഫാമിലിയാണ്. അവര് രക്ഷിക്കപ്പെട്ട സ്റ്റാൻഡപ്പ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. പുള്ളിക്കാരത്തി ആണെങ്കിൽ മിക്കവാറും എൻ്റെ വീട്ടിലോട്ട് മിക്കവാറും ഓടി വരും ഇപ്പോഴും വീട്ടിലോട്ട്. ഞാൻ അതിൻ്റെ മുകളിൽ 14ാമതല്ല, ഞാൻ താമസിച്ച ഒരു 3ാമതല്ല. അപ്പോൾ ആ ലിഫ്റ്റ് കയറി അങ്ങനെ അവിടെ ഞെക്കിയൊക്കെ അത് ഒന്ന് മിക്കവാറും രാവിലെ ഒന്ന് കോളിംഗ് ബെല്ലടി വൈകിട്ട് വന്ന ബെല്ലടി എപ്പോഴും വരുവാണ് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ മിക്കവാറും ചില സമയം കാണുമ്പോൾ അയ്യോ ചേച്ചി എനിക്ക് അനങ്ങാൻ പോലും വയ്യ ചേച്ചി, ശരീരത്തിൽ ഭയങ്കര വേദന ചേച്ചി എന്നൊക്കെ പറഞ്ഞു വരും. ഹാലല്ലേ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹാലല്ലേ ഫ്രീ ആവും. എന്നിട്ട് ഞാൻ പറയും നാളെ വരുമ്പം 2 പിടിച്ചുകൊണ്ട് വരരുത് കേട്ടോ, ഇപ്പോൾ ഉള്ളത് പോയിട്ടുണ്ടെന്ന് പറയും. പിറ്റേ ദിവസം വരുമ്പോൾ അതിനെക്കിട്ട് വലുതിനെയും കൊണ്ടാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നാ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. ഹാലിൽ ആരും സകലരെ കുറിച്ചും പരദൂഷണം പറയും, സകലരെ കുറിച്ചും കൊതിയെന്നുണ്ടെങ്കിൽ പറയും. ഹാലിൽ ഇത് ഹാല ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹാലില്ല നിങ്ങൾ ഇതിങ്ങനെ പറയരുത്, ചെയ്യരുത്. ഹാലില്ല പിശാചി പോകുന്നത് ഈ ഇപ്പം അങ്ങോട്ട് പുറത്തേക്ക് വന്നത് പോകുമ്പോൾ തിരിച്ച് 7 കൂട്ടിയിട്ട് വരുന്നു. അപ്പൊ ദൈവജനത്തിൽ പറയുന്നു ഹാലെ ഇതിങ്ങനെ വരാനിടയാകും, അത് ഇടം കൊടുക്കരുതെന്ന് പറയും. എത്ര പറഞ്ഞാലും ഹാലെ അവര് പിന്നെയും ഹാലയില ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാലെ എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. ഹാലെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യും. ഹാലെ പക്ഷെ ഈ പരദൂഷണം കൂടി 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 എന്താ സംഭവിച്ചു നോക്കുക, ഞങ്ങളുടെ വീട്ടില് അന്ന് ഫ്ലാറ്റിൽ ഹാലെ നല്ലൊരു പ്രാർത്ഥന കൂട്ടായ്മ നടക്കുന്നുണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ച ദിവസങ്ങൾ. അവിടെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ അവിടെ സഭാര നടക്കുന്ന ഞായറാഴ്ച അവസാനം. അതിനെ പൊളിച്ചടക്കി കയ്യിൽ വെച്ച് പുള്ളിക്കാരി. എന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന അതിനെ പൊളിച്ചടക്കി കയ്യിൽ വെക്കാൻ പുള്ളിക്കാരി ഉപയോഗിച്ചത് പിശാജ്. എന്താന്ന് വെച്ചാ എപ്പോഴും പിശാജിനെ ഹാലയിൽ നമ്മൾ ഇടം കൊടുക്കേണ്ട. പിശാജ് പലയിടത്തേക്കും കലഹം ഉണ്ടാക്കാനായിട്ട്, പലയിടത്തേക്കും തകർച്ച ഉണ്ടാക്കാനായിട്ട്, പലയിടത്തേക്കും വിഷയങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ വ്യക്തികളെ തന്നെ പിശാജ് ഉപയോഗിക്കും. കാരണം അവർക്ക് പിശാജിന്റെ കയ്യിലെ നല്ല ഉപകരണമാണ്. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, പരിശുദ്ധ ആത്മാ അഭിഷേകം പ്രാപിച്ചതാണ്. പക്ഷെ ഒരു പ്രയോജനമില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും പിശാചിന് ഇടം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. ഹാലേ നമ്മളോട് പറയുന്നതല്ലേ പിശാചിന് ഇടം കൊടുക്കരുത്. ഹാലേ ലൂയ. അപ്പൊ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ കയറി കൂട് വെച്ചിരിക്കും. ഹാലല്ലിയ. നമ്മുടെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലാവും. ശകല സ്ഥലം കിട്ടിയാൽ പിന്നെ നൂഴ്ന്ന് കയറിയിട്ട് പിന്നെ ബാക്കിയുള്ളതിനെയൊക്കെ ചവിട്ടി പുറത്താക്കി അകത്ത് പുത്തമായിട്ട് വാഴുന്ന സ്വഭാവം കാണിക്കും. ലൂയ. ഏതും തൊട്ടത്തിൽ ആദാമിനെ ഹവ്വയെ ചതിച്ചിട്ട് അവിടെ കയറി വാണതുപോലെ ആകും. അപ്പൊ ഇവിടെ മുസ്ലിമിൽ നിന്ന് പോകുന്ന ഇസ്രായേൽ ജനത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൃദയം ഇടയ്ക്കിടെ മുസ്ലിമിലേക്ക് പൊയ്ക്കൊണ്ടുപോയി. ലൂയ. ഇവിടെ ഇറച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു ഇവർ കരയുന്നത്. ഹാലലിയ. ഞങ്ങൾക്ക് ഈ പരാതി എന്താ? മന്ന എന്നും ഒന്നും മന്ന തന്നെ, മന്ന തന്നെ. ആദ്യം വിശന്നിട്ട് മഞ്ഞയെങ്കിലും കിട്ടാൻ വേണ്ടി കരഞ്ഞു. ഹാലലൂയ. അപ്പൊ അത് മഞ്ഞ കൊടുത്തപ്പോൾ അത് അതിന് ടേസ്റ്റ് ഇല്ല, അത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ നേരെ ജ്വലിക്കുകയാണ്. ഹാലലൂയ. ഇവിടെ അത് കഴിയുമ്പോഴത്തേനും മോശയ്ക്ക് ദൈവത്തിന് ഇവിടെ പറയുന്ന 10ാം ലാസ്റ്റ് യഹോവയുടെ കോപം ജ്വലിച്ചു, മോശയ്ക്ക് അനിഷ്ടമായി. അപ്പോൾ മോശയുടെ പരാതി നോക്കുന്നു. വായിച്ച സിസ്റ്ററെ 11 തുടങ്ങിയ വാക്യങ്ങളൊന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്ത് വായിക്കും. അപ്പോൾ മോശ സംഖ്യ 11 പുസ്തകത്തിന്റെ 11ാം അധ്യായത്തിന്റെ 11 തുടങ്ങി വാക്യം വായിച്ചു. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലിച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെ ഒക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ?
ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദേ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ ആമേൻ. യഹോവ അല്ല, ഒരു മിനിറ്റ്, ബാക്കി സിസ്റ്റർ ബാക്കി മിനിറ്റ് വായിക്കും. ഹല ഇവിടെ ജനം നിന്ന് കരഞ്ഞപ്പോൾ ജനത്തിന് കാര്യം വന്നപ്പോൾ ദൈവത്തിന് കോപം ജ്വലിച്ചു എന്നാ. അത് കണ്ട മോശയ്ക്കും എന്താ പറ്റിയേ? മോശയ്ക്ക് അനിഷ്ടമായി. ദൈവത്തോട് മോശ ചോദിക്കുന്ന, ഇതെന്നെ വലച്ചത് എന്തിനാ? ഈ ജനത്തേക്ക് ഇങ്ങോട്ട് പുറപ്പെടുവിച്ചെന്താ? കാരണം മോശ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളില് ദൈവദാസന്റെ ശുശ്രൂഷയെ നമ്മൾ കപ്പീജപ്പാസ്റ്റർ ശുശ്രൂഷ കഴിഞ്ഞ 2 ആഴ്ച അഹരോനും ശിശുക്രിസ്തു എന്നുള്ള ഭാഗം ശുശ്രൂഷ ആദ്യമായിട്ട് പറഞ്ഞ്, മോശയുടെ ഉള്ളിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് മോശ ആദ്യം ദൈവം ചോദിക്കും എക്സ്ക്യൂസുകൾ പറയുന്നത്. കാരണം വെച്ചാൽ മോശയ്ക്ക് പോകാൻ കഴിയില്ല, മോശയെ അയക്കേണ്ട, പകരം മറ്റാരെങ്കിലും അയക്കണം. അത് ലാസ്റ്റ് പറയുന്നത്, എനിക്ക് പകരം നീ മറ്റാരെങ്കിലും അയക്കണമേ എന്ന്. അപ്പൊ മോശയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഈ ജനത്തെ പുറപ്പെടുവിക്കാനായിട്ട് പോകാനായിട്ട്. കാരണം മോശയ്ക്ക് ഇവരുടെ സ്വഭാവം നേരത്തെ അറിയായിരുന്നു. കാരണം വെച്ചാൽ മോശ ആദ്യം സഹായിക്കാൻ ചെന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് ഇവർക്ക് അറിയാം. അതിന്റെ മോശയ്ക്ക് ഇഷ്ടമില്ല. പക്ഷെ ദൈവം മോശയെ അതിനുവേണ്ടി കണ്ടിരിക്കുന്നത് കൊണ്ട് മോശയെ തന്നെ പുറപ്പെടുകയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അഹരോൻ വായായിരിക്കുന്നതും അവരെ അഹരോനെ നിയമിച്ചിട്ട് മോശ നിൽക്കേണ്ട സ്ഥാനത്ത് അഹരോനെ നിർത്തിയാണ് ദൈവം വിടുക. പക്ഷെ മോശ ആണ് അവരെ ലീഡ് ചെയ്തുകൊണ്ട് പോയതും ഓരോ കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ മോശ ഇവിടെ പറയുന്നത്, നീ എന്നെ വലച്ചത് എന്തിനാ? എന്നിട്ട് ഈ ജനത്തെ എല്ലാം ഞാനെന്ത് പ്രസവിച്ചിട്ടുണ്ടോ? ഞാൻ എടുത്തോണ്ട് നടക്കണോ? ഇതെല്ലാം ഈ പാറയെല്ലാം കൊണ്ട് ഒറ്റയ്ക്ക് എൻ്റെ മേൽ വെച്ച് തന്നെ എന്തിനാ? അവിടെ ദോഷം മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ജനത്തിന് മന്ന പൊഴിച്ചു കൊടുക്കുന്ന ദൈവമാണ്, വെള്ളം കൊടുക്കുന്ന ദൈവമാണ്, അവർക്ക് മേഘസ്തംഭമായി നിൽക്കുന്ന ദൈവമാണ്, അഗ്നി തൂണായി നിൽക്കുന്ന ദൈവമാണ്. ദൈവം തന്നെയാണ് അവർ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരുഭൂമി യാത്രയിൽ സാക്ഷാൽ സർവശക്തനാ ദൈവം തന്നെ ഇസ്രായേൽ ജനത്തിൽ നടത്തിക്കൊണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, അവർ ആരും രോഗിയായില്ല, അവരുടെ ചെരുപ്പൊന്നും തേഞ്ഞില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല. ലൂയ. ആരും പോയ വഴിയിൽ രോഗം വന്നൊന്നും മരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ അവരെ അഹങ്കാരം കാണിക്കുമ്പോഴൊക്കെ ചില ബാധകൾ അവരെ ബാധിച്ച് അവർ മരിക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അപ്പൊ ദൈവത്തോട് ചോദിക്കുക, ഞാൻ ഇതെല്ലാം അപ്പൊ ഇന്ന് നമ്മൾ പലർക്കും ശുശ്രൂഷക്കാരെ നിൽക്കുന്ന പലർക്കുമുള്ള വിഷയമാണ്. ലൂയ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവിച്ചു നമ്മുടെയൊക്കെ ചിന്ത. ഞാൻ പറയുന്ന ദൈവമക്കളെ, നമ്മൾ ആരെന്ത് പറഞ്ഞാലും സാക്ഷാൽ സർവശക്തനാ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഇവിടെ മോശ പറയുന്ന, ഞാൻ എന്നെ വലച്ച് എന്തിനാ, ഞാൻ ഇവരെ ചുവന്നുകൊണ്ട് നടക്കുന്നത് എന്തിനാ, ഞാൻ എന്തിനാ ഈ ഭാരം വഹിക്കുന്നത് എന്നും പറഞ്ഞ് ദൈവത്തോട് മോശയ്ക്ക് അനിഷ്ടമാകുന്നത് മോശ പ്രകടിപ്പിക്കുന്നുണ്ട്. മോശ മനസ്സിലാക്കാതെ പോയ ചില സത്യങ്ങൾ അവിടെ ഉണ്ട്. എപ്പോഴാ ദൈവം മോശയോടും ദൈവത്തിനും കോപമായി. ദൈവം പറഞ്ഞ, ശരി, ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് ഇനി വായിക്കേണ്ട, നീ ഒരു 70 എണ്ണത്തിനെ തെരഞ്ഞെടുക്കും, നിന്റെ മേലുള്ള ആത്മാവ് മോശയ്ക്ക് ദൈവം മോശയുടെ മേൽ ഈ സർവ്വജനത്തിനെയും വഹിച്ചുകൊണ്ട് പോകാൻ വേണ്ടത് കൃപ ദൈവാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ മോശയുടെ മേൽ പകർന്നിരുന്നു. നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ, അത് ചെയ്യാൻ വേണ്ടുന്ന ദൈവകൃപയാണ് നമ്മുടെ മേൽ പകരുന്നത്. അത് ചെയ്യാൻ വേണ്ടുന്ന അഭിഷേകം നമ്മുടെ മേൽ പകരുന്നത്. എന്റെ ശുശ്രൂഷ വലുതാണെങ്കിൽ അതിന് വേണ്ടുന്ന ദൈവം എനിക്ക് തരും. എന്റെ ശുശ്രൂഷ ചെറുതാണെങ്കിൽ അതിനു വേണ്ടി ദൈവം തരും. അപ്പൊ ഈ ചെറുത് വെച്ചിട്ട് ഞാൻ വലുത് കാണിക്കാനായിട്ട് പോകരുത്. കാരണം ഓരോരുത്തർക്കും അവനവന്റെ കൃപയ്ക്ക് തക്കവണ്ണമാണ് നമുക്ക് തരുന്ന. നമുക്കിന്റെ മേലുള്ള വിളിക്ക് തക്കവണ്ണം നമ്മുടെ മേൽ നിറയ്ക്കുന്ന, നമ്മുടെ മേലെ തിരഞ്ഞെടുപ്പിന് തക്കവണ്ണം നമ്മൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, നമ്മുടെ മേൽ വരുന്ന ആത്മാവ് അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ദൈവത്തിന്റെ ഇഷ്ടമുള്ള സമയത്ത് ദൈവം അത് അയക്കുന്നു. ആ ആത്മാവാണ് അവിടെ ശുശ്രൂഷകൾ നിയന്ത്രിക്കുന്ന, ശുശ്രൂഷകൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷ വലുതാണോ ചെറുതാണോ നോക്കിയാണ് അതനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മോശയുടെ മേൽ താഴോട്ട് വായിക്കാൻ നമ്മൾ കാണുന്നത്, മോശയുടെ മേലുള്ള ആത്മാവിൽ നിന്ന് എടുത്തിട്ടാണ് ആ 70 പേരുടെ മേൽ ദൈവം പകരുന്നത്. മനസ്സിലായി? അപ്പൊ ദൈവം എന്നെ കൊണ്ട് വയ്യ, എനിക്കിത് ചെയ്യാൻ വയ്യ, അല്ലെ എനിക്കിതാണ്, അപ്പൊ അതൊരു ദൈവം ആരെങ്കിലും അയപ്പിച്ചോ എന്ന് ചോദിക്കുമ്പം
ദൈവം അങ്ങനെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് പകരക്കാരായി തിരഞ്ഞെടുക്കുന്നെങ്കിൽ അവരുടെ മേൽ നമ്മുടെ മേൽ കിടക്കുന്ന നമ്മുടെ മേൽ പകർന്ന നമ്മൾ ആ ശുശ്രൂഷ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേൽ ദൈവം ആക്കി അതേ ആത്മാവിനെ എടുത്തവരുടെ മേൽ പകരത്തോളൂ. അത് മറന്നു പോകരുത്. നമ്മുടെ മേലെല്ലാം അഭിഷേകമുണ്ട്, നമ്മളെല്ലാം പരിശുദ്ധാത്മയുണ്ട്, നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് യേശു കർത്താവ് പറയുന്നില്ല. ആ മേൽ വരുന്ന ആത്മാവ് എന്തിനു വേണ്ടി വരുന്നു വെച്ചാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് തരുന്നത്. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഈ നിക്ഷേപം ഞങ്ങളുടെ മൺകൂടാരെങ്കിലും പകർന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ പകർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ട് വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ അത് കഴിയുമ്പോഴത്തെ ദൈവം പറയുന്നത് ഞാൻ ഇവർക്ക് ഇറച്ചി കൊടുക്കാൻ പോവാ. താഴോട്ട് വായിച്ചത് നമുക്കറിയാം. ഞാൻ വായിപ്പിക്കാത്തതിന്റെ സമയം പോകുന്നുള്ളൂ. അപ്പൊ ഇറച്ചി കൊടുക്കാൻ പോവാ. നീ ഇവരെ ശുദ്ധീകരിക്കുക. ഞാൻ ഇവർക്ക് ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസത്തേക്ക് ഇറച്ചി കൊടുക്കാൻ പോവാ. അപ്പൊ മോശ എന്നിട്ട് ദൈവത്തെ പഠിപ്പിക്കാൻ ചെല്ലുന്നത് ഹല്ലേലൂയ. ആമീൻ. 21 തുടങ്ങിയ വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. അപ്പോൾ മോശെ എന്നോട് കൂടിയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാവുമെണ്ണം മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാവുമെണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെ ഒക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന് ചുറ്റിലും നിർത്തി. എന്നാറെ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താൻ. ഇവിടെ ജനത്തിന് ഇറച്ചി കൊടുക്കുക. മോശ ദൈവത്തിന് അറിയാത്ത പോലെ ദൈവത്തെ പഠിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. ദൈവത്തോട് പറയുന്നത് എന്താ വെച്ചാൽ അപ്പോൾ മോശ എന്നോട് കൂടുതലുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്മ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കും നീ അരുളി ചെയ്ത്. ഞാനിത് എവിടെ നിന്ന് കൊണ്ടു കൊടുക്കുന്ന കാരണം ഹല്ലേലൂയ. എന്നിട്ട് അവർക്ക് മതിയാകുമെണ്ണം മാടുകളെ അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകുമെണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെ ഒക്കെ അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇത് പറയുമ്പോ ദൈവത്തിന് അറിയത്തില്ലേ മോശയുടെ 6 ലക്ഷം കാലാളുണ്ടെന്ന് അറിയത്തില്ലേ? അവർ മരുഭൂമിയിലാണെന്ന് ദൈവത്തിന് അറിയത്തില്ല. അവർ മരുഭൂമിയിലാണ്. ആടിനെയോ മാടിനെയോ ഹല്ലേലൂയ കോഴിയോ അതൊന്നും ഞാൻ കിട്ടാനില്ലാത്ത സ്ഥലത്ത് അവർ നിൽക്കുന്ന ദൈവത്തിന് അറിയത്തില്ലേ? ഹല്ലേലൂയ. ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഓർത്തിരിക്കേണ്ട കാര്യം നമ്മളോട് ദൈവം ഒരു അരുളപ്പാട് ചെയ്യുമ്പോൾ അതിന് യാതൊരു ചാൻസും ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും നമ്മൾ നിൽക്കുന്നെങ്കിലും ശൂന്യതയെന്ന് സകലത ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്ഥലത്തെ ഉളവാക്കിയ ദൈവത്തിന് ഹല്ലേലൂയ ആമേൻ ഒരു വാക്കിനാൽ സകലത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മളും പലപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റി എന്നുകൊണ്ട് ദൈവത്തിനെ ലിമിറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ പലപ്പോഴും. ദൈവം പറയാണ് ഇന്നിപ്പോൾ ഹല്ലേലൂയ വലിയൊരു അത്ഭുതം ചെയ്യുന്ന ദൈവം അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ നോക്കയ്യ ഈ ചുറ്റുപാടിലോ ഈ സാഹചര്യത്തിലോ ഹല്ലേലൂയ എങ്ങനെ ചെയ്യാനാണ്? ദൈവത്തിന് അറിയത്തില്ലയോ ഞാൻ നിൽക്കുന്ന ഇന്ന സ്ഥലത്താണ്, ഇവിടെ ആണെങ്കിൽ വള്ളവും ഇല്ല വഞ്ചിയില്ല, ഞാൻ ഒറ്റപ്പെട്ട ഒരു സ്ഥലം മരുഭൂമിക്കകത്ത് നിൽക്കുക, ഇവിടുന്ന് ദൈവം എന്നെ എങ്ങനെ അവിടെ എത്തിക്കും, എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ ഇത് ചെയ്യും എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ അത്ഭുതം ചെയ്യാനായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഒരു മുഖാന്തരവും ആവശ്യമില്ല. കാരണം നമ്മുടെ ദൈവത്തെ ദൈവമായി തന്നെ ആ ദൈവത്തിന്റെ വലിപ്പത്തിൽ തന്നെ നമ്മൾ കാണാത്തതിന്റെ പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കുന്ന രീതിയിൽ ഒന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിട്ട് ദൈവം പ്രവർത്തില്ല. ഞാൻ മോളുടെ വായുടെ ആ വിഷയം ഞാൻ പറഞ്ഞു, നാക്ക് പൊട്ടി. അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനെ തറമാൻറ്റി പറഞ്ഞ് മോരുവെള്ളവും പായിക്കൊണ്ട് കുലുക്കി കളഞ്ഞിട്ട് വെളിച്ചെണ്ണ പുരട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ദൈവാത്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ദൈവാത്മ എന്നെ അങ്ങനെ ഓർപ്പിച്ച് യേശു കർത്താവിന്റെ കാലത്ത്
ഒരു അന്ധൻ യേശുകർത്താവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അതിൽ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുക, അയാൾക്ക് കണ്ണ് പോലും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് കണ്ണുണ്ടായിരുന്ന കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. പക്ഷെ അയാൾക്ക് കണ്ണ് നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് കുഴി മാത്രമല്ല, കണ്ണായിട്ട് അവിടെ കാണാനില്ല. കാരണം അതിൽ ഇതുവരെ കണ്ണ് അവിടെ തുറന്നിട്ടുമില്ല. ഹലെ ജനിച്ച പോലെ ഹലെ അന്ധനായെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കണ്ണുണ്ടായിട്ട് കണ്ണ് തുറന്ന് കാണാത്തതല്ല. പക്ഷേ അപ്പൊ യേശുകർത്താവ് എന്താ വെച്ചാൽ നിലത്ത് തുപ്പി ചേറ് കുഴച്ച് ഹാലിൽ ആ ചേറുണ്ടാക്കി കണ്ണിൽ തേച്ചിട്ട് ശീലോം കുഹാക്ക് കൊടുത്തിട്ട് കഴുകാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് കാഴ്ച ലഭിച്ചു. അയാൾക്ക് അല്ലെങ്കിൽ കണ്ണുണ്ടായി ഹാലിൽ. അപ്പൊ ആ സൃഷ്ടിപ്പ് നടത്താൻ വേണ്ടി ഉപയോഗിച്ചത് അത് ദൈവത്തിന്റെ വായിലെ തുപ്പലാണെങ്കിൽ ഹാലെ നമ്മുടെ വായിലെ തുപ്പലിനും ഹാലിലെ ശക്തിയുണ്ട്. ഹാലയില് അത് ഔഷധമായിട്ടും ഹാലയില് ചില സമയങ്ങളിൽ ഹാലയില് പ്രവർത്തിക്കുമെന്ന് ദൈവം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വേറെ മരുന്നൊന്നും തേക്കേണ്ട കാര്യം, നിന്റെ വായിലെ തുപ്പല് ഹാലയില് അതിന് ഔഷധമായിട്ട് മാറിയിട്ട് ഹാലയില് അതിനെ ഹീല് ചെയ്യുമെന്ന് പറഞ്ഞു. ഹാലെ പ്രാർത്ഥിച്ച് അതിന് മിണ്ടായിരുന്ന ആൾക്കാരൻ അത് കഴിഞ്ഞപ്പോൾ നല്ലതോണം സംസാരിക്കരുത്. പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് വേറെ അതിന് ഫുഡ് കഴിച്ചു വീണ്ടും അതിന് വേദന എടുക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞു തന്ന പരിശുദ്ധാത്മ വെറുതെ ഒരു കാര്യം പറയത്തില്ല, അത് തന്നെ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. കാരണം നമ്മ വായിലെ തുപ്പൽ തന്നെ ഹാലേലൂയ ആമേ ആ നാവിന്മേലുള്ള മുറിവിന് ഔഷധമായിട്ട് ഹാലലേ പുറത്തുനിന്നൊരു മരുന്ന് വേണ്ട, അത് ഔഷധമായി മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹാലല്ലേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ നമ്മളാണ് പിന്നെ തുപ്പലല്ലേ ഇപ്പൊ ഔഷധമായി വന്നത് ചിന്തിക്കരുത്. അല്ല, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശക്തിയുണ്ട്. ഹാലെ പവർ ഉണ്ട്. ഹാലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടൊരു കാര്യം. ഇപ്പൊ ഞാൻ പറയും, ജോഷുവ വെറുതെ നിന്നിട്ടല്ല സൂര്യ നിക്ക ചന്ദ്ര അനങ്ങരുത് പറഞ്ഞു. ജോഷുവയുടെ മേലുള്ള ആത്മാവ് ജോഷുവയ്ക്ക് എന്തെങ്കിലും ഉപദേശം അല്ല, ജോഷുവയെ പ്രേരിപ്പിച്ചിട്ട് ജോഷു അത് പറയുന്നത്. ഹാലെ ലൂയ. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാലെ നമ്മൾ പലയിടത്തും ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ചിലപ്പോൾ ഹാലെ ശുശ്രൂഷിക്കുമ്പോൾ എന്താണ് അവരുടെ മേലുള്ള പ്രശ്നം നമുക്കറിയത്തില്ല. ഹാലെ എന്താണ് അവരോട് പറയേണ്ടതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പരിശുദ്ധാത്മാവ് ഹാലെ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. അവരുടെ മേലിരിക്കുന്ന പൈശാചിക ശക്തി ഏതാണെന്നും അത് എന്തിനു കയറിയിരിക്കുന്നതാണെന്നും എന്താണ് അവകാശം പറയുന്നത്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും പലപ്പോഴും പല ദൈവദാസന്മാരെ അനുഭവത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉള്ളിൽ കിടുങ്ങുമ്പോഴാണ് പിശാചിങ്ങനെ വെളിപ്പെട്ട് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ദൈവാത്മ ഉപദേശിച്ചു കൊടുക്കും, യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും. അപ്പം ഇതെല്ലാം നടക്കുന്നത് ഹാലലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ ശക്തിയാലും തന്നെയാണ് നടക്കുന്നത്. ഇവിടെ മോശ യേശു ദൈവത്തെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ മോശ അറിയാതെ പോയൊരു കാര്യമുണ്ട്. ഹാലേലിയ അമ്മ നമ്മുടെ ദൈവത്തെക്കുറിച്ച് മറ്റിടത്ത് നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന ആമേ ഹാലേലിയ നമ്മുടെ ആമേൻ ഹാലേലൂയ നമ്മുടെ എന്താ പറയാ അപ്പന്റെ കാളയെ ഹാലേലി അറിഞ്ഞ ഹാലേലുയ. അപ്പൊ അപ്പന്റെ രണ്ടാമത്തെ കാളയ്ക്ക് 7 വയസ്സുണ്ടെന്ന് ഹാലേലി അറിഞ്ഞ ദൈവം. ഹാലേലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഗിദെയോന്റെ അപ്പന്റെ രണ്ടാമത്തെ കാളയ്ക്ക് 7 വയസ്സുണ്ടെന്ന് അറിഞ്ഞ ദൈവം. പിറ്റേ ദിവസം ഹാലേലി പാളയത്തിലേക്ക് കടന്നു ചെല്ലപ്പോ അവർ ഇന്ന സ്വപ്നം കാണുമെന്ന് മുൻകൂട്ടി കണ്ട ദൈവം. ഹാലേലി അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, മറന്നു പോകുന്നത്. അപ്പൊ ഈ പുറപ്പെടുവിച്ച ദൈവം ഇസ്രായേലിലെ ജനത്തിന് മുഴുവൻ ഹാലേലി യേശു കർത്താവ് ഹാലേലി എന്റെ നമ്മുടെ ചോരത്തളി ഹാലേലി നമ്മൾ യേശു കർത്താവ് എന്റെ വായ വരുന്നത് ഹാലേലി. അപ്പൊ അവര് കുഞ്ഞാട് അറുക്കപ്പെട്ടു ഹാലേലി. അവരുടെയൊക്കെ ആമി ഭവനത്തിൽ ഹാലേലിയ സംഹാരൻ കടന്നു വരാതെ വണ്ണം രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട് ഹാലേലിയ അവിടുത്തെ ഓരോ കുഞ്ഞിനെയും ഹാലേലിയ അവരുടെ ഓരോ കാര്യത്തിനും സംരക്ഷിച്ച ദൈവം ഹാലേലിയ. മിസ്ലീമിന്റെ എല്ലാ കടിഞ്ഞൂലുകളെയും സംഹരിച്ച ദൈവം. അപ്പൊ ദൈവത്തിന് അറിയത്തില്ലേ മോശയോടെ പുറപ്പെടാൻ പോയിരുന്ന ജനം എത്രയാണെന്നും പുറപ്പെട്ടു വരുമ്പോൾ ഇവർ എത്ര ആൾക്കാരുണ്ടെന്നും ദൈവത്തിന് എല്ലാം അവരുടെ കന്നുകാലികളെ പോലും ദൈവത്തിന് അറിയാം. അത്രയും അറിവുള്ള ദൈവത്തോട് 6 ലക്ഷം ജനം എൻ്റെ കൂടെ ഉണ്ട്. കാലങ്ങൾ മൊത്തം 6 ലക്ഷം ഉണ്ട്. ബാക്കിയുള്ള ഭാര്യയും പിള്ളേരും കുട്ടികളും മറ്റു മറിച്ചൊക്കെ ഉണ്ട്. അവർക്ക് ഞാൻ അവിടെ നിറച്ചിട്ട് കൊടുക്കുകയാണ്. ഈ മരുഭൂമിയല്ല ഞാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം സർവശക്തനായ സർവജ്ഞാനിയ സർവ്വവ്യാപിയായ ദൈവത്തിനെ പഠിപ്പിക്കാൻ ചില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഹാലേലുയ നമുക്കും പറ്റാറുണ്ട് ഈ അബദ്ധമൊക്കെ. ദൈവം നമ്മളൊരു കാര്യം പറയുമ്പോൾ എൻ്റെ പൊന്ന ദൈവമേ, നമ്മൾ എത്രയോ സാക്ഷ്യം കേട്ടെന്ന് യൂട്രസ് പോലും റിമൂവ് ചെയ്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ഹാലേലിയ അവിടെ ചില ഒരു സിസ്റ്റർ സാക്ഷി എനിക്ക് ഹാലേലിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആൾക്കാർ മുൻപിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഓടി മുമ്പിൽ ചെന്ന് നിന്ന് മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ഹാലേലിയ അവർക്ക് വേണ്ടി ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു വിട്ടു. ഹാലേലൂയ
അത് കഴിഞ്ഞപ്പോൾ ഹാലയിലെ അവർ വന്ന് സാക്ഷ്യം പറയാൻ അവർക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് യൂട്രസ് ഉണ്ടായിരുന്നില്ല. കാരണം യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീയായിരുന്നു. പക്ഷേല് കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവർ മുൻപോട്ട് വരാൻ അവരുടെ വിശ്വാസമാണ്. എനിക്ക് യൂട്രസ് ഇല്ലെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയുന്ന ദൈവമാണ് എൻ്റെ ദൈവം എന്ന് അവർ വിശ്വസിച്ച അവരുടെ വിശ്വാസം. നമ്മളാണ് ആരെങ്കിലും പോയി നിൽക്കുക സിസ്റ്ററെ? ഹാലയിലെ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടോ, അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കും. ഹാലയിലൂയ. പക്ഷേല് സാഹചര്യങ്ങളെ നോക്കി സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ അതെല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ല നമ്മുടെ ദൈവം. അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ പ്രവർത്തിക്കത്തില്ലെന്നേ. ഹാലലൂയ. മറിയ ചെന്ന് യേശു കർത്താവിനോട് ഇവർക്ക് വീഞ്ഞ് തീർന്നു പോയപ്പോ യേശു കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ സമയമായിട്ടില്ല, കാരണം അവിടെ കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അതൊക്കെ തീരട്ടെ. ഒന്നുമില്ലാത്തപ്പോഴ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. ശൂന്യതയിൽ നിന്ന് നമ്മുടെ ഹാലയിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ചോദിക്കും, കഴിഞ്ഞോ? പറയത്തില്ല, ഇനി ഒരു രക്ഷയില്ല. കാരണം ഇനി ദൈവം പ്രവർത്തിച്ചില്ല, ഞാൻ മുൻപോട്ട് പോകത്തില്ല എന്നുള്ള സിറ്റുവേഷൻ എത്തിയാലേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ആമേൻ. ഹാലയില് നമ്മൾ കുറച്ച് വെച്ചോണ്ടിരിക്കുക, കർത്താവേ ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് പ്രവർത്തിച്ചേക്കണം. ഞാനിവിടെ പറഞ്ഞ എനിക്കിപ്പോൾ വരുമാന മാർഗമൊന്നും ഇല്ലിരിക്കും, ഞാനൊരു ചെറിയ അച്ചാറ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ദൈവം ഇതിനകത്തൊന്ന് പ്രവർത്തിക്കും, ഞാൻ ഇതുകൊണ്ടങ്ങ് വളർന്നോളാം. ദൈവം പറയും, മോനെ നിന്റെ അച്ചാറൊക്കെ എടുത്ത് ദൂരം കൊണ്ട് കളാം. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ ഹാലയിലെ മുഖാന്തരം ഒന്നും ആശയം. പണ്ട് നമ്മൾ ജാതി ആയിരിക്കും പറയുമായിരുന്നു, ഞാൻ പാതി ദൈവം പാതി. ഇന്ന് നീ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ ആയിട്ടില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ നിന്റെ പാതിയൊന്നും ആവശ്യമില്ലെന്നേ. പണ്ട് നമ്മൾ പറയുന്നത് അങ്ങനെയല്ലായിരുന്നു സിസ്റ്റർ. നമ്മൾ വിശ്വാസത്തിലല്ലാത്തപ്പോൾ രക്ഷയില്ല ദൈവമക്കളായി മാറാത്ത ഞാൻ പറയും, എല്ലാവരും പറയുന്നു താൻ പാതി ദൈവം പാതി. ചിലർ താൻ പാതി അതിൻ പാതി ദൈവം. നമ്മൾ പകുതി ചെയ്യിച്ചാൽ പകുതി ദൈവം ചെയ്യും. ചിലർ നമ്മൾ പകുതിയല്ല മുക്കാലും ചെയ്താൽ ദൈവം അത് കാലം ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച കാലഘട്ടമുണ്ടായി. പക്ഷെ ഇന്ന് അങ്ങനെ വിശ്വസിക്കുന്ന കാലഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പാതിയും വേണ്ട, നമ്മുടെ 1% പോലും വേണ്ട, നമ്മൾ സീറോയിൽ നിൽക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹാലേലിയ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഹാലേലിയ. മോശയുടെ ജനനത്തെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ അറിയാമായിരുന്നു. മോശ അവിടുത്തെ കുഞ്ഞുങ്ങളെ എല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണമെന്ന് വിളംബരം പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോൾ ആരാണോ അതിനുവേണ്ടി ആജ്ഞ കൊടുത്ത് ആരാണ് അങ്ങനെ ഉത്തരവ് പുറപ്പെടുവിച്ച് അവരുടെ കൊട്ടാരത്തിൽ തന്നെ മോശയെ വളർത്തിയ ദൈവം. അവിടെ മോശ മനസ്സിലാക്കാതെ ഒരു കാര്യമുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. അവർ ചെറിയ പുള്ളികളൊന്നും ആയിരുന്നില്ല. സകലതും നോക്കി വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുകയും പ്രവചിക്കുകയും സകല മന്ത്രവാദത്തിലും അവര് ഭയങ്കര നൈപുണ്യം നേടിയ ആൾക്കാരായിരുന്നു. പക്ഷെ അവരുടെ ഒരു മന്ത്രവാദ തകിടിനും അവരുടെ ഒരു മന്ത്രവാദ കളത്തിനും മോശ അതിനുള്ളിൽ ജീവിക്കുന്നത് അതിനുള്ളിൽ വളരുന്നത് തെളിഞ്ഞു കൊടുത്തില്ല. ഹാലേലൂയ. സാധാരണ മന്ത്രവാദികളുടെ മന്ത്രവാദത്തിന്റെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അവര് ശത്രുവിന്റെ കാര്യങ്ങളൊക്കെ തെളിയിച്ചു കൊടുക്കും. പക്ഷേങ്കിൽ അവര് മനസ്സിലാക്കാതെ വരെ മോശ അതിനകത്ത് വളരുമ്പോൾ ഒരിക്കൽ പോലും ഒരു മന്ത്രവാദിയും പറഞ്ഞില്ല ഒരു ഇസ്രായേലിയൻ ഇതിനകത്ത് ജനത്തെ പുറപ്പെടുവിക്കാനുള്ളവൻ ഇവിടുന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ളവൻ നമ്മുടെ കൊട്ടാരത്തിനകത്ത് തന്നെ വളരുന്നെന്ന് പറഞ്ഞില്ല. കാരണം എന്നെ ദൈവം വെളിപ്പെടുത്താതെ ഒന്നും ഒരാളുടെയും മന്ത്രവാദത്തിലോ ആഭിചാരത്തിലോ തെളിയത്തില്ലെന്നേ. എത്രയൊക്കെ മന്ത്രവാദം ചെയ്താലും എത്രയൊക്കെ ആഭിചാര കർമ്മങ്ങൾ ചെയ്താലും അവിടെ അവർ ചെയ്യുന്ന ആഭിചാരത്തിന് ശക്തി വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവം പെർമിറ്റ് ചെയ്യാതെ പ്രവർത്തിക്കത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ പരമ അധികാരത്തിന് മുകളിലല്ല ഇതൊന്നും. ദൈവം പരമ അധികാരിയാണ്. ആ പരമ അധികാരത്തിന് കീഴിലാണ് ബാക്കി എല്ലാം ചലിക്കുന്നത്. ആരെങ്കിലും ഒരു ആഭിചാരം ചെയ്ത് വാതൊക്കെ നേരം വെളുത്തിറങ്ങിയപ്പോൾ ഒരു മുട്ടയൊക്കെ ചെയ്ത് കൂടോത്രം ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരുന്നാൽ അതിനെ കാണുമ്പോൾ അയ്യോ ആഭിചാരം എന്ന് പറഞ്ഞ് പേടിച്ച് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പരമ അധികാരിയായ സർവശക്തനായ സകലത്തിൻ മീതെയുള്ള രാജാതി രാജാവും കർത്താതി കർത്താവുമായ ആ സർവശക്തനായ ദൈവത്തിന്റെ അണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ ആ ആഭിചാരത്തിന് നമ്മൾ തൊടുവാൻ കഴിയുകയില്ല. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടുന്നത്.
എന്തെങ്കിലും ഇത് കാണുമ്പോൾ ഓടിപ്പേടിച്ച് പോകേണ്ട കാര്യമില്ല. ഇന്നലെ വൈകിട്ടത് മീറ്റിംഗ് ഞാൻ പറഞ്ഞ ദൈവത്തെ ഇന്ന് ജനത്തിന് ഭയമില്ലെങ്കിലും ദൈവജനത്തിന് പെന്തക്കോസ്തുകാർക്ക് ഏറ്റവും ഭയമുള്ള ഒരു സാധനം പിശാചാ. അവർ പിശാച് പണ്ടിനെ കുറിച്ച് ദൈവവചനം ചെയ്തിരിക്കുന്നത് അവൻ ദൈവത്തിന്റെ വചനത്തിന് മുമ്പ് പേടിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവജനം പിശാചിന്റെ പേരിന് മുമ്പ് പേടിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നവരാണ് അല്ലേ? പിശാചിന് പേടിയില്ലാത്ത ഏത് പെന്തക്കോസ്തുകാരുണ്ട്? ജാതികൾ പലരും അവനെ കെയർ ചെയ്യുന്ന പോലും ഇല്ല. അവർ പിശാചിനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. അവർ കൂളായിട്ട് ഓരോ കാര്യങ്ങൾ അവരെന്തെങ്കിലും അവർ പാപം ചെയ്യാൻ നടക്കുമ്പോഴോ തെറ്റ് ചെയ്യുമ്പോഴോ കുറ്റം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ ചിന്തിക്കുക അയ്യോ പിശാചിന്റെ ജീവിതത്തിൽ കയറുമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും അത് ചെയ്യേണ്ടെന്ന് വെക്കുന്നുണ്ടോ? കള്ളു കുടിക്കാൻ പോകുന്ന ആരെങ്കിലും കള്ളുകൂടി നിർത്തിയിട്ട് അയ്യോ കള്ളു കുടിച്ച പിശാച് എൻ്റെ കൂടെ വീട്ടിലേക്ക് ഞാൻ കള്ളു കുടിക്കുന്നില്ല. സിനിമ കാണാൻ പോകുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ സിനിമ കണ്ട പിശാചിന്റെ കൂടെ ഞാൻ സിനിമ കാണാൻ പോകുന്നില്ല? അല്ലെ ഇപ്പൊ പെണ്ണ് പിടിക്കാൻ നടക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അയ്യോ ഞാൻ വ്യഭിചാരം ചെയ്തതിന് പിശാച് എൻ്റെ കൂടെ വീട്ടിൽ കയറും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അവരെല്ലാം തോന്നിയ കണക്കെല്ലാം അടിച്ചു പൊളിച്ച് നടക്കുക. എന്താ? അവർക്ക് പിശാചിനെ പേടിയില്ല. അപ്പൊ പിശാചിനെ പേടിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഇന്ന് ആകെപ്പാട് ദൈവത്തിന്റെ മക്കൾ മാത്രമേ പിശാചിനെ പേടിക്കുന്നു. അനങ്ങിയ പിശാച് കയറുവോ, ഇനങ്ങിയ പിശാച് വരുവോ, അങ്ങോട്ട് നോക്കിയ പിശാച് വരുക, ഇങ്ങോട്ട് നോക്കിയ പിശാച് വരിക. കാരണം അവരിന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പിശാചിനെയാണ്. നമ്മൾ പിശാചിനെ ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ഹാലേലുയ ആക്കി വെച്ചിരിക്കുന്നത്. ഹാലേലുയ, ആമേൻ, സ്തോത്രം. നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടാൽ അവൻ ദൈവത്തിന്റെ ഭയം എന്ന് പറയുമ്പോൾ ആ ദൈവം അടിനിലയം പറഞ്ഞവർക്ക് ഫിയർ ഓഫ് ദ ലോർഡ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തോളം ഭയം എന്താ വെച്ചാൽ ദൈവം നമ്മളെ അടിക്കുമെന്നുള്ള ഭയമല്ല, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേദനിക്കുമോ എന്നുള്ള. അപ്പൊ ഭയഭക്തി, റെവറൻഷ്യൽ ഫിയർ, ഹാലേലുയ, ബഹുമാനത്തോടുള്ളൊരു ഭയം നമുക്ക് ദൈവത്തോടുണ്ടെങ്കിൽ ഹാലേലുയ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിശാചിനെ ഭയപ്പെടേണ്ട അവസ്ഥയിലൂടെ പോകത്തില്ല. നിന്റെ ദൈവമായ യഹോവ ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നീ നടക്കുമെങ്കിൽ നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഒരിടത്ത് പോലും പരാജയമാകത്തില്ല. നിന്നെ ജയാളിയെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ദൈവത്തെ വേണ്ടും പോലെ മനസ്സിലാക്കാത്തത് കൊണ്ടും ദൈവം ആരും തിരിച്ചറിവില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ പലതിനെയും ഭയക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ ഐജിക്ക് സാധാരണ ഒരു കോൺസ്റ്റബിളിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ കേരളത്തിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരമാധികാരി അങ്ങേരാ. അയാള് ഏതെങ്കിലും കോൺസ്റ്റബിൾ മുട്ടിടിക്കുന്നു എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുവോ? ഇല്ല. കാരണം എന്താ? അയാൾക്കറിയാം അയാളുടെ മേലുള്ള അധികാരം എന്താണെന്ന് അയാൾക്കറിയാം. വെറുതെ അല്ലെങ്കിൽ സ്റ്റാറുകളുടെ എണ്ണം കൂട്ടിയുടെ വെച്ചേക്കുന്നതിന്റെ കാരണം ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുന്നതല്ല, അതിന് പവർ ഉണ്ട്, അതിന് അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് അറിയാം. ആര് കണ്ടാലും അദ്ദേഹത്തെ കാണുമ്പോൾ സല്യൂട്ട്. ഇത് തന്നെയാണ് ദൈവത്തിന്റെ മക്കളായി നിൽക്കുന്ന നമ്മളുടെ മേലുള്ള അധികാരം എന്തെന്ന്. നമുക്കിടെ മേൽ എത്ര സ്റ്റാർ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നമ്മളെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന ഒരുത്തനുണ്ട്. നമ്മൾ പക്ഷേ അവനെ കാണുമ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ച് മാറി നിൽക്കുന്ന സ്ഥിതിയിലാണ്. ഇവിടെ മോശ ചോദിക്കും ദൈവത്തോട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ചും ദൈവത്തിന്റെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന. അപ്പൊ മോശയ്ക്കൊരു ചിന്തയുണ്ടായിരുന്നു. എന്താ പറയാ, മോശ മുഖാന്തരം ജനത്തിനെയൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്നു. മോശയില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല ദൈവത്തിനൊന്നും. അതുകൊണ്ട് ഇതിനെല്ലാം എന്റെ കൈ തന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചാൽ അവിടെ കിടന്ന് പിറുപിറുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണുന്നത് അയ്യോ ഇറച്ചി കൊടുക്കുന്നു, ഇത്രയും ജനമുണ്ട്, ഇവർക്ക് ഞാൻ എവിടെ നിറച്ചു കൊണ്ടുവരും? എവിടെ നാടുമാടുകളെ കൊണ്ടിറക്കുന്നു? അപ്പൊ ദൈവം തിരിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താ? മോശയോട് യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയെന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ കൈ കുറുതായി പോയി. ദൈവം ചോദിക്കും എന്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം. അപ്പൊ ദൈവത്തിന്റെ കൈയാണ് സകലത്തിന്മീതെ പ്രവർത്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാനിപ്പോ സാറാമ്മ സിസ്റ്റർ നോക്കിയിട്ട്, സാറാമ്മ സിസ്റ്റർ ജെയിംസ് അങ്കിൾ ഇന്ന് ഭയങ്കര മാനസാന്തരം സംഭവിക്കണം. ജെയിംസ് അങ്കിൾ ഇതാണ്ട് ഇപ്പൊ തന്നെ പോലെ എഴുന്നേറ്റ് രക്ഷയിലേക്ക് വരും. അപ്പം സാറാമ്മ സിസ്റ്റർ എന്റെ പൊന്നു മെനു സിസ്റ്ററെ, ഞാൻ രക്ഷയിലൊക്കെ വന്ന് ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ആ മനുഷ്യന് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. പിന്നെ ഇന്നിപ്പോ എന്ത് സംഭവിക്കാൻ പോവാ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു മനുഷ്യനെ മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തോട് ഇടപെടാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ പോലും ആവശ്യമില്ല. ഹല്ലേലൂയ.
ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്ന നമ്മൾ ചിന്തിക്കുക, അയ്യോ അതിനുള്ള മുഖാന്തരം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ആരും പറ്റും പുള്ളിയോട് ഇപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് പറയും, അല്ല ആരും ഇപ്പൊ ചെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മൈൻഡിനൊന്ന് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് മനുഷ്യന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ സകല മനുഷ്യരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലാന്നേ. ദൈവത്തിന് അതിനെ തിരിക്കാൻ വേണ്ടി ഒരു പ്രയാസവും ഇല്ല. അവിടെയൊക്കെ അയ്യോ ആരെങ്കിലും വന്നൊന്ന് പറഞ്ഞെങ്കിൽ, ആരെങ്കിലും സംസാരിച്ച് ഈ മനുഷ്യന്റെ ഹൃദയത്തെ തൊടാൻ ആർക്കെങ്കിലും ഒന്ന് പറ്റിയെങ്കിൽ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ വിചാരിച്ചാലും തുറക്കാൻ കഴിയുന്ന താക്കോൽ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ താക്കോൽ ഉള്ളവന് തുറക്കാൻ കഴിയാത്ത ഒരു വഴിയുമില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായി ആമേൻ പലതിനും അങ്ങനെ പല ഇതിനും അടിമകളായി ദുർമാർഗങ്ങളിൽ അടിമകളായിരിക്കുന്നവരൊക്കെ ദൈവം നേരിട്ടിറങ്ങി വിടുവിച്ച് എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന് കഴിയുക, ദൈവത്തെ തന്റെ ദൂതന്മാരെ ദൂതനെ അയച്ച് വിടുവിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ദൈവത്തിന് ഒരാളെ വിടുവിക്കാൻ വേണ്ടി പല വഴികളുമുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്ന മുഖാന്തരങ്ങൾ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ രാത്രി ഒരു ദർശനം കൊടുത്താൽ മതിയല്ലോ. ആ ദർശനത്തിൽ ഭയപ്പെട്ടിട്ട് മാനസാന്തരപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ? ഒരു ദർശനം മതി ഒരു മനുഷ്യനെ മാറ്റാനായിട്ട്. ആമീൻ. അപ്പൊ ദൈവത്തിന് ഉറക്കത്തിൽ പോലും ഇടപെടാൻ കഴിയുന്ന ദൈവം നമ്മുടെ ദൈവം. ഒരു വ്യക്തി പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവത്തിന് ഒരു സ്വപ്നത്തിലൂടെ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്ന ദൈവത്തിനെയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് ചിന്തിക്കണം. മോശ പറയുന്ന പോലെ ദൈവത്തിന്റെ ദൈവമാണ് സകലം ചെയ്യുന്ന ചിന്തയില്ലാതെ സംസാരിക്കുന്ന ചില സമയങ്ങളിൽ നമ്മളും ഇങ്ങനെ പൊട്ടന്മാരെ പോലെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം. കാരണം എന്ന് വെച്ചാൽ എന്റെ ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടില്ലെന്നുള്ളത്. ഇന്നലെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് അവൻ ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഇന്നലകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. പണ്ടങ്ങാട് ചെങ്കടൽ പിറന്ന ഇപ്പൊ ഒരു ചെങ്കടലും പിളർക്കുന്നില്ലോ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിളർന്നവന് ഇന്നും ഒരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ. അവിടെ അന്ന് ഇന്നും പ്രവർത്തിക്കുക. ശൂന്യതയിൽ നിന്ന് നിർജ്ജന പ്രദേശത്ത് നിന്ന് വഴികൾ തുറക്കാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് ഇപ്പോൾ തന്നെ സംഭവിക്കുന്ന ദൈവത്തിന്റെ വചനം ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ആ ദൈവത്തെ ഒരിക്കലും കുറച്ച് കണ്ടിട്ട് നമ്മളെ അവിടെ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ മിടുക്കൊണ്ട്, നമ്മുടെ പ്രാപ്തി കൊണ്ടും ഇതൊക്കെ സംഭവിക്കുന്നു നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഞാനിപ്പോ ഇവിടെ ഇരുന്നില്ലെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട വചനം ദൈവം തരും. നിങ്ങളിപ്പോ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കേണ്ട വിടുതൽ നടക്കും. കാരണം വെച്ചാൽ ദൈവം അത് കുറിച്ചു വെച്ചിരിക്കുന്ന സമയമാണത്. ഇവിടെ മോശ ഇല്ലെങ്കിലും ദൈവജനത്തെ പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. അഹരോൻ ഇല്ലെങ്കിലും പകരക്കാരൻ ഉണ്ടാകും. കാരണം അവിടെയൊക്കെ ഒരാളെ ദൈവം നിർത്തുന്നെന്ന് വിചാരിച്ച് ആ ആളിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യണ്ടേ, അതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിലാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല ശുശ്രൂഷകന്മാരും സെലിബ്രിറ്റികളായി മാറിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനം ദൈവത്തെ വിട്ട് തെറ്റിപ്പോയത് കൊണ്ടാണ്. പലരുടെ വിചാരം അയ്യോ ആ പാസ്റ്റർ അടുത്തേക്ക് പോയാലേ എനിക്ക് വിടുതലുള്ളൂ. നീ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വിടുതൽ വരത്തില്ലെന്ന്. കാരണം പാസ്റ്ററിലൂടെയാണ്, സിസ്റ്ററിലൂടെയാണ്, ആരിലൂടെയാണെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം എത്രയോ ആൾക്കാർ അനുഭവങ്ങളുണ്ട്. ആരും പ്രാർത്ഥിക്കാതെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് വിടുവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷകൾ ഇന്ന് കാണുമ്പോൾ, ഇന്നത്തെ ജനം തെറ്റിപ്പോ നമ്മൾ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തിന്റെയോ ഒക്കെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓട്ടമെല്ലാം മതിയാക്കിയിട്ട് ദൈവത്തിന്റെ പിന്നാലെ ഒന്ന് ഓടാൻ ശ്രമിച്ചു നോക്ക്. നമ്മൾ ദൈവത്തെ പിൻപറ്റി നോക്ക്, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം പറഞ്ഞ പോലെ എന്നിൽ വിശ്വസിക്കുക, എന്റെ വചനത്തിൽ വിശ്വസിക്കുക. ദൈവം പറഞ്ഞ കർത്താവേശുതാണ്. അപ്പൊ ദൈവത്തിലും ദൈവത്തിന്റെ കൃപയുടെ വചനത്തിലും നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ലെങ്കിലും, ആരും വന്നില്ലെങ്കിലും ഇത് മതി. നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവത്തിന്റെ വചനവും നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. അപ്പൊ മോശ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ എവിടെ നിന്ന് ഇറച്ചി കിട്ടുമെന്ന് എവിടെ നിന്ന് ഞാൻ കന്നുകാലി അടക്കുന്നു ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ അത് നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ദൈവം കൊടുക്കുമെന്നോ കൊടുക്കുക. നമ്മൾ അവിടെ വായിക്കുമ്പോ കാണാം അല്ലേ? എന്താ
പാളയത്തിന് പുറത്ത് അവർക്ക് കയ്യെത്തി പിടിക്കുമാർ അകലത്തിൽ അല്ലെ കടപ്പക്ഷികൾ വന്നു നിന്ന് ഹാലെ അവർ അവർ പറയും മൂക്കിൽ കൂടെ ഒക്കെ പുറത്ത് വരുന്ന പോലെ തിന്നെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഇച്ചിരി ആയിട്ട് ഒരു കഷ്ണം നമ്മളിന്ന് ഇന്നത്തെ കാലത്ത് ഹാലെ കല്യാണത്തിനും അല്ല എന്താ പറയാ കൺവെൻഷനോ അല്ലെങ്കിൽ മറ്റെവിടെ പോയാലും അവിടെ തരുന്ന നമുക്ക് ഒരു പീസ് ചിക്കനും കുറച്ച് റൈസും അല്ല തരുന്നത്. ഇവിടെ അവർ മൂക്കിൽ കൂടെ ഒക്കെ വരത്തക്ക രീതി മൂക്ക് മുട്ട നമ്മളൊക്കെ സാധാരണ അതുപോലെ തിന്നാൻ വേണ്ടി ദൈവം കൊടുത്തു. ഹാലെ ലൂയ. അവിടെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഒന്നും ആയിരുന്നില്ല, അല്ല അൺലിമിറ്റഡ് ഫുഡായിരുന്നു കൊടുത്തത്. നമ്മുടെ KFC-യിലൊക്കെ ചില സമയത്ത് ദുബായിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. അൺലിമിറ്റഡ് ഹാലിൽ ലഞ്ച് ഉണ്ട്. ഹാലിയ 15 ദിറംസ് കൊടുത്താൽ തിന്നുന്നവൻ 5 പീസ് 10 പീസ് 20 പീസ് അല്ലെങ്കിൽ 50 പീസ് തിന്നെങ്കിലും അവർ കൊടുക്കും ഹാലിൽ. കാരണം അവിടെ അൺലിമിറ്റഡ് ആണ് ഹാലിൽ അന്ന് ആ ലഞ്ച്. ഹാലേലൂയ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ ഒന്ന് കഴിക്കാറുണ്ട്. ഹാലേലൂയ അവർക്ക് മുതലാക്കാം. നമ്മൾ തിന്നെ 2 പീസുക്കുള്ള അങ്ങോട്ട് പോകത്തില്ല. ഹാലേലൂയ അതുകൊണ്ട് നമുക്കത് മുതലാകത്തില്ല. അപ്പം അതുപോലെ കർത്താവ് കൊടുത്തു. ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടാണ് കൊടുത്തു. ഹാലേലൂയ. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് മരുഭൂമിയാണോ കടലാണോ ഹാലേലി അപ്പം ഇവിടെ ഒന്നുമില്ലാത്ത സ്ഥലത്താണോ നീ ഇരിക്കുന്നത് ഹാലേലി ആരും വരാത്ത ഐലൻഡിലാണോ ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ലെന്നേ. നീ അടച്ചിട്ടൊരു മുറിയിലാണോ ഒരു കാരാഗ്രഹത്തിലാണോ നീ കിടക്കുന്നത് ഒരു വിഷയമില്ല. എന്റെ ദൈവത്തെ അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. എത്ര വലിയ പട്ടാളക്കാട് അകമ്പടി ഉണ്ടായാലും എത്ര ആൾക്കാട് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം ഒരുത്തരം അടിക്കണമെന്ന് വെച്ചാൽ അടിക്കും. ദൈവത്തിന്റെ ദൂതനെ അടിച്ചിട്ട് കൃമിക്കിരയായ ഒരാളെ കുറിച്ച് ദൈവനിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 4 ചുറ്റും പട്ടാളക്കാരും അകമ്പടിക്കാരും സകല ജനവും എത്ര സേവിക്കാൻ എത്ര ആൾക്കാരുണ്ടായാലും ഒരു വിഷയമില്ല ദൈവത്തിന്. ഹാലേലൂയ. അത് കർത്താവ് നമ്മുടെ ദൈവത്തിന് ഹാലേലൂയ എങ്ങനെയും ഏത് രീതിയിലും പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ദൈവത്തെ ഹാലേലൂയ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ദൈവത്തെ പഠിപ്പിക്കാനായിട്ട് നിൽക്കരുത്. ഇതറിയത്തില്ലേ അതറിയത്തില്ല ഞാനിപ്പോ ഈ സിറ്റുവേഷൻ അറിയത്തില്ലേ എന്റെ വിദ്യാഭ്യാസം അറിയത്തില്ല എന്റെ യോഗ്യത അറിയത്തില്ലേ എന്നൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നിന്റെ ഒരു യോഗ്യതയും ദൈവത്തിന് ആവശ്യമില്ല. നിന്റെ ഒരു വിദ്യാഭ്യാസം ദൈവത്തിന് ആവശ്യമില്ല. നിന്റെ ഒരു സാഹചര്യത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ അതിന്റെ അനുകൂലതയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. എന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ ശക്തനായ യേശു കർത്താവ് കാനായിലെ കല്യാണത്തിന് വീഞ്ഞൊരുക്കാനായിട്ട് മുന്തിരി കൊണ്ടുവരാൻ പറഞ്ഞില്ല. ഭരണിയിൽ മുന്തിരി കഴി വെക്കാൻ പറഞ്ഞില്ല. പഞ്ചസാര കൊണ്ടിടാൻ പറഞ്ഞില്ല. മുന്തിരി നമുക്ക് വൈൻ ഉണ്ടാക്കേണ്ട ഒരു സാധനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞില്ല. അല്പമൊക്കെ എടുത്തല്ലേ അല്ലെങ്കിൽ ഇച്ചിരി വൈൻ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ വൈൻ വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് പ്രാർത്ഥിച്ചതും ഇല്ല. വെറും പച്ചവെള്ളം അതും അതുവരെ വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്ത കൽഭരണിയിലേക്ക് നിറയ്ക്കാനാ പറയുന്നത്. വെച്ചാൽ ഈ വൈൻ്റെ ഗന്ധമെങ്കിലും ആ കളറെങ്കിലും അതിനകത്തേക്ക് ഉണ്ടാകാൻ പാടില്ല ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ മാനുഷികമായ ഒന്നും ഒരു എഫർട്ട് പോലും അവിടെ വരരുതെന്ന് ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയാ കുറച്ച് ഇച്ചിരി ഇതിനകത്തോട്ട് ഒഴിക്കാൻ നമുക്കൊന്ന് കുലുക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാം. വെള്ളം ചിലപ്പോൾ വൈനായി മാറുമായിരിക്കും. ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം ഇച്ചിരി വൈനൊക്കെ ചെന്ന് കഴിഞ്ഞ് ചിലപ്പോൾ ആവും നമ്മുടെ ചിന്ത. ഏലിയാവ് പറഞ്ഞ പോലെ കലത്തിലപ്പോൾ ഒരല്പം എണ്ണ ഒരല്പം മാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏലിയാവ് അതുകൊണ്ട് നീ ഒരു അട ഉണ്ടാക്കി തല്ലാതെ അത് അവിടെ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാന്നല്ല പറഞ്ഞത്. ഏലിയ പറഞ്ഞെന്താ അതുകൊണ്ട് നീ എനിക്കൊരു അട ഉണ്ടാക്കിത്താ നീയും മകനും ഒരെണ്ണ എനിക്ക് അപ്പൊ ആ മാവും തീർന്നു എണ്ണയും തീർന്നു. കാണാതെ എടുത്ത് അവർ അടയുണ്ടാക്കി. അത് പറഞ്ഞ് ഇനി യഹോവ മഴ പെയ്യിക്കും കാലം വരെ അതിനകത്ത് മാവ് കുറയില്ല എണ്ണ പറ്റത്തുമില്ല എന്ന് പറഞ്ഞു. അവരുള്ള കുടുംബം ജീവിച്ച് ആ മാവിനെ വർദ്ധിപ്പിക്കുകയാണോ ചെയ്തത് ഏലിയാവ്? അല്ല. ഹല്ലേലൂയ. വർദ്ധിപ്പിച്ച അവസരങ്ങൾ ഉണ്ട്. പക്ഷെ ഇത് വർദ്ധിപ്പിക്കല്ല അതെടുത്ത് നീ ചെയ്ത് എനിക്ക് തരാൻ റെഡിയാകും. അപ്പം അത് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകും. കാരണം വെച്ചാൽ നീ അനുസരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലാത്തിടത്ത് ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവമാണ്. അപ്പൊ നമ്മുടെ അനുസരണം പലപ്പോഴും നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് അതനുസരിച്ച് അതിൽ വിശ്വസിച്ച് അതനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹാലേലിയ. നമ്മളിവിടെ പറഞ്ഞ് മോശ പഠിപ്പിക്കാൻ പോയത് ദൈവത്തെ പഠിപ്പിക്കേണ്ട. ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം പലതിലും കുടുങ്ങിക്കടന്നാണ്. കിടക്കിടയ്ക്ക് പുറകോട്ട് പോകണ്ട. വിട്ട് തിരിഞ്ഞത് തന്നെയാണ് നീ. വിട്ട് തിരിഞ്ഞതായിട്ട് തന്നെ കണ്ടു. ഒരിക്കലും അതിനെക്കുറിച്ച് എന്റെ പഴയ കാലം നല്ലതായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് എനിക്ക് ഇതുണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ട്, പണ്ട് എനിക്ക് 3 കാറുണ്ടായിരുന്നു, ഞാൻ അതുണ്ടായിരുന്നു പറഞ്ഞു തന്നിട്ട് വല്ല കാര്യം ഉണ്ടാകും?
അതിനെയൊക്കെ കളഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതൊക്കെ പോകാനായിട്ട് അനുവദിച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. നല്ല ജോലിയുണ്ട്, നല്ല പേഴ്സ് നിറയെ കാശുണ്ട്, അത് ഇപ്പൊ കണ്ടില്ലേ 10ന്റെ കാശില്ല നടക്കുന്നത്. ഇത് നീ പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നീ ആ ജീവിതം അല്ല നിനക്ക് വേണ്ടുന്നത്. നീ തീരുമാനിച്ച് തിരഞ്ഞെടുത്താണ് ഈ ജീവിതം. ഈ ജീവിതത്തിലേക്ക് നീ വന്നു കഴിയുമ്പം ഇടയ്ക്ക് ഇവിടെ ഒരു വിഷമ ബുദ്ധിമുട്ട് വരുമ്പോൾ പഴയതിനിടക്കിലേക്ക് പോയാലൊന്ന് ചിന്ത വരരുത്. ഹാലേലൂയ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ പാതി വഴി ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എന്നെ കരം പിടിച്ച് എന്നെ നടത്തുന്ന എൻ്റെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ പ്രയാസങ്ങളും എൻ്റെ കൂടെയുള്ള എൻ്റെ യേശു എന്നെ കൈവിടത്തില്ലെന്ന് ഉറപ്പിലും ധൈര്യത്തിലും മുൻപോട്ട് പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് ചിന്തിക്കരുത്. ഹാലേലൂയ. ആമേൻ. നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കണം. ദൈവത്തിനെ ദൈവമായി കണ്ട് തന്നെ, ആ ദൈവത്തിന്റെ വലിപ്പത്തെ കണ്ട് തന്നെ, ആ ദൈവം സർവ്വശക്തിയെ കണ്ട് തന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ സേവിക്കുകയും വേണം. സ്വർഗത്തെ തന്നെ സിംഹാസനമാക്കി ഭൂമിയെ തന്റെ പാദപീഠമാക്കിയിരിക്കുന്നു പറയുമ്പോൾ അത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നില്ല. നമ്മുടെ ദൈവം അത്രത്തോളം സർവ്വശക്തനായ ദൈവമാണ്. ആ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നിവർത്തിപ്പാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുൻപോട്ട് പോകും. നമ്മൾ ഒരിക്കലും പിറുപിറുക്കരുത്. അല്ലെ പഴയതിനെ ഓർത്ത് പറഞ്ഞിട്ട് ദൈവം എനിക്ക് അന്ന് അങ്ങനെയായിരുന്നല്ലോ ഇങ്ങനെയായിരുന്നു എന്ത് കഷ്ടതയാണെന്നൊന്നും ചോദിക്കരുത്. ഹാലേലൂയ. ദൈവം ഹാലേലൂയ, നമ്മുടെ ദൈവം ഹാലേലൂയ, നമ്മളെക്കാട്ടി മുന്നമേ നമുക്ക് എന്ത് വേണമെന്ന് അറിയുന്ന ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ദൈവം നമുക്ക് തക്ക സമയത്ത് വേണ്ടുന്ന എല്ലാം നമുക്ക് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ദൈവത്തെ വിശ്വസിച്ച് മുൻപോട്ട് വന്ന് ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.